അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹാപ്പി ന്യൂ ഇയർ. ചില ആളുകൾക്ക് അൺഹാപ്പി ന്യൂ ഇയർ ആണ്. സന്തോഷകരമല്ലാത്ത ന്യൂ ഇയറായി ഓരോ പുതുവത്സരങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നു. നാളെ അർദ്ധരാത്രിക്ക് മുമ്പ് നഗരങ്ങളും ഗ്രാമങ്ങളും വൻകിട ഹോട്ടലുകളും ക്ലബ്ബുകളുമെല്ലാം സാംസ്കാരിക കേന്ദ്രങ്ങളുമെല്ലാം പുതുവത്സരത്തെ വരവേൽക്കുവാനുള്ള ഒരുക്കത്തിലാണ്. പുതുവത്സരം എന്ന് പറയുന്നത് അത് പിറക്കുമ്പോൾ സ്വാഭാവികമായും സന്തോഷം, ആഹ്ലാദവും ആവേശവും ആർക്കുമുണ്ടാകും. ചിലവർക്കെങ്കിലും ഓരോ പുതുവത്സരങ്ങളും അൺഹാപ്പി ന്യൂ ഇയറായി, വറി ന്യൂ ഇയറായി മാറുന്നു. എന്തുകൊണ്ട്? നമ്മുടെ രാജ്യത്ത് ഗവൺമെന്റ് അല്ലെങ്കിൽ പോലീസ് നിയമപാലകരെല്ലാം വളരെ ബേജാറോടുകൂടെയാണ് ഓരോ ന്യൂ ഇയറുകളെയും വരവേറ്റുകൊണ്ടിരിക്കുന്നത്. സാധാരണ ദിവസങ്ങൾക്ക് വ്യത്യസ്തമായി സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം കൂടുതൽ ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. പല ന്യൂ ഇയറുകളും ഹാപ്പി ന്യൂ ഇയറായി ആരംഭിച്ച് ഒരു ന്യൂ ഇയർ രാത്രിയും ദിനവും കഴിയുമ്പോഴേക്കും പലവർക്കും ജീവൻ നഷ്ടപ്പെടാറുണ്ട്. ചിലവർക്ക് ജീവനല്ല നഷ്ടപ്പെടാറുള്ളത്, നല്ല ജീവിതവും നഷ്ടപ്പെടാറുണ്ട്. അവിടെയാണ് നല്ല ജീവിതം നഷ്ടപ്പെടുന്ന ന്യൂ ഇയറുകൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല. ഓരോ രക്ഷിതാക്കളും വളരെ ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ടതുണ്ട്. മെമ്പർഷിപ്പ് ദിനം കൂടെയാണ് ഓരോ ന്യൂ ഇയറുകളും. ഓരോ പുതുവത്സരങ്ങളും മെമ്പർഷിപ്പ് ദിനമാണ്. നവാഗതരായ ന്യൂ കമേഴ്സുകളായ കുറെ ആളുകൾ ജീവിതത്തിലെ ഏറ്റവും വലിയ തിന്മയിലേക്ക് കടന്നുവരുന്ന ദിനമാണ് ന്യൂ ഇയർ എന്ന് പറയുന്നത്. മെമ്പർഷിപ്പ് വിതരണം ചെയ്യപ്പെടുന്ന ദിനമെന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് സഹോദരന്മാരെ? നമുക്കറിയാം, ഏത് മതവിശ്വാസികളായാലും, അത് മുസ്ലിമായാലും മുസ്ലിം അല്ലാത്തവരായാലും ഏത് വിഭാഗമായാലും, ലോകത്തെ ഏറ്റവും വലിയ തിന്മയും തിന്മകളുടെ മാതാവുമെന്ന് വിശേഷിപ്പിക്കുന്ന മദ്യപാനത്തിലേക്ക് മെമ്പർഷിപ്പ് എടുക്കപ്പെടുന്ന അല്ലെങ്കിൽ ആദ്യമായി കടന്നുവരുന്ന പല ചെറുപ്പക്കാരും കൗമാരപ്രായക്കാരും നമ്മുടെ മക്കളും മദ്യപാനമെന്ന് പറയുന്ന ജീവിതത്തിന്റെ അന്ധകനായ തിന്മയിലേക്ക് കടന്നുവരുന്ന ആദ്യ രാത്രിയായിരിക്കും ന്യൂ ഇയർ അർദ്ധരാത്രി എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മുടെ മക്കളുടെ ഭാവിയെക്കുറിച്ച് ബോധമുള്ള ആളുകൾ വളരെ ഗൗരവത്തോടുകൂടെ ചിന്തിക്കണം. നമ്മുടെ ഗവൺമെന്റ്, കേരളത്തിന്റെ മുഖ്യമന്ത്രി 1.5 മാസം മുമ്പാണ് പറഞ്ഞത്, കേരളത്തിലെ പുതിയ തലമുറയെ ലഹരി പദാർത്ഥങ്ങളാണ് പ്രതികരണ ശേഷിയില്ലാത്തവരാക്കി മാറ്റിയിരിക്കുന്നത്. ഗവൺമെന്റ് അത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ എന്നതൊക്കെ മറ്റൊരു വിഷയമാണ്. അതുപോലെ തന്നെ കോടതി വളരെ കൃത്യമായ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. ഹൈവേ ഓരങ്ങളിലും റോഡിന്റെ തെരുവുകളിലുമുള്ള ബെവ്കോയുടെ ഔട്ട്ലെറ്റുകളും അടക്കമുള്ള മദ്യഷാപ്പുകളും അതുപോലെ തന്നെ വിദേശ മദ്യഷാപ്പുകളും അടച്ചുപൂട്ടണമെന്ന ഒരു തീരുമാനം അടുത്ത ദിവസങ്ങളിലാണ് ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മദ്യപാനത്തിലേക്ക് നമ്മുടെ കുട്ടികൾ വളരെ കൂടുതലും മക്കൾ കടന്നുവരുന്ന ഒരു രാത്രിയാണ് ന്യൂ ഇയറിന്റെ അർദ്ധരാത്രി സമയമെങ്കിൽ മക്കളുടെ ഭാവിയെക്കുറിച്ച് ബോധമുള്ള, ഭൗതികവും ആത്മീയവും പരലോകത്തിലെയും ഭാവിയെക്കുറിച്ച് ബോധമുള്ള രക്ഷിതാക്കൾ എന്തു ചെയ്യണം? നാളത്തെ 6 മണിക്ക് ശേഷം രാത്രി 9 മണിക്ക് മുമ്പ് നമ്മുടെ മക്കൾ വീട്ടിൽ കൂടണിയുണ്ടോ എന്ന് വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പലപ്പോഴും അപകടത്തിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. അനേകം ആയിരക്കണക്കിന് ആളുകൾ മരിക്കുന്നു. ചിലവർ മരിച്ചില്ലെങ്കിലും അവരുടെ ജീവിതം മരിച്ചതിന് സമാനമായി അവർ മദ്യപാനികൾ ആയിത്തീരുന്നു. മദ്യപാനിയായി മാറിയാൽ എന്ത് സംഭവിക്കും? കൊലയാളിയും അവനായേക്കും ഒരു കാലത്ത്. അവനൊരു കാലത്ത് വ്യഭിചാരിയുമായേക്കും, കവർച്ചക്കാരനുമായേക്കും. അതാണല്ലോ അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങൾ പറഞ്ഞത്, ഇജ്തനിബു ഉമ്മൽ ഖബായിസ്, തിന്മകളുടെ മാതാവിനെ നിങ്ങൾ ഉപേക്ഷിക്കണം. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമ്മുൽ ഖബായിസ് അത് ഖംറാണ്, കള്ളാണ്. മദ്യപാനിയായ ഒരാൾ, മദ്യപാനികളല്ലാത്തവരും കൊല ചെയ്തേക്കാം, മദ്യപാനികളല്ലാത്തവരും വ്യഭിചരിച്ചേക്കാം, മദ്യപാനികളല്ലാത്തവരും കവർച്ച നടത്തിയേക്കാം. പക്ഷേ ഒരു മദ്യപാനിയായി അതിനഡിക്റ്റായി മാറുന്ന ഒരാൾ ഈ പറയപ്പെട്ട സർവ്വ തിന്മകളിലേക്കും വന്നു ചേരാൻ വളരെ സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി
മദ്യപാനത്തെക്കുറിച്ച് തിന്മകളുടെ മാതാവ് എന്ന് വിശേഷിപ്പിച്ചത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുകൊണ്ട് മദ്യപാനിയും വ്യഭിചാരിയും കവർച്ചക്കാരനും ദുസ്വഭാവിയുമൊക്കെയായി മാറുന്നതിന്റെ പരിശീലന കേന്ദ്രത്തിന്റെ പ്രൈമറി ക്ലാസ് റൂമാണ് പുതുവത്സര ദിനങ്ങളുടെ അർദ്ധരാത്രിയെ കാത്തിരിക്കുന്ന നാളത്തെ രാത്രിയെന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. പുതുവത്സരാഘോഷം സ്വാഭാവികമായി ഉണ്ടാവും. കാരണം ജീവിതത്തിൽ ഒരു വർഷം പിന്നിട്ടൊരു പുതിയ വർഷം സമാഗതമാവുകയാണ്. വിശുദ്ധ ഖുർആൻ അത് പഠിപ്പിക്കുന്നുണ്ട്. 30-ലേറെ ആയത്തുകളിലൂടെ മനുഷ്യൻ അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യാൻ ഖുർആൻ പ്രോത്സാഹിപ്പിക്കുകയാണ്. നന്ദി ചെയ്യാത്തവരെ ഖുർആൻ അധിക്ഷേപിക്കുകയാണ്. വലഖദ് മക്കന്നാകും ഫിൽ അർളി വജഅൽനാ ലക്കും ഫീഹാ മആയിഷ ഖലീലൻ മാ തശ്കുറൂൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഅറാഫിലെ 10-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് കാണാം, നിശ്ചയമായും നിങ്ങൾക്ക് ജീവിതത്തിൽ ഭൂമിയിൽ ധാരാളം സൗകര്യങ്ങൾ ചെയ്തു തന്നു. സൗകര്യങ്ങളിൽ ഒന്നാണ് ഒരു ദിനമെങ്കിലും ഒരു വർഷമെങ്കിലും ആയുസ്സങ്ങ് നീട്ടിക്കിട്ടുക എന്നുള്ളത്.